കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷം മുതൽ ഏതോ സ്കൂളിൻ്റെ അകത്തുകൊണ്ട് മെയിൽ അയക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഒരു ടീച്ചറെ എന്താണ് പറയുന്നത് ലാബിൽ കൊണ്ടുപോയിട്ട് മെയിൽ അയക്കാൻ പഠിപ്പിച്ചു. കുട്ടികൾക്കൊക്കെ ജിമെയിലൊക്കെ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് ഏതോ ഒരു ബിരുദൻ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് എല്ലാ കുട്ടികളും ഉണ്ടാക്കി ഈ പറഞ്ഞ പോലെ ജിമെയിലൊക്കെ നമ്മൾ ലോഗ് ഔട്ട് ചെയ്തിട്ട് പോയിട്ടില്ലെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാവും, അടുത്ത ഓപ്പൺ ചെയ്യും. ഏതോ ഒരു ബിരുദൻ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് തിരിച്ചു കയറിയിട്ട് മറ്റേതോ ഒരു കുട്ടിയുടെ മെയിലിനകത്ത് ഇന്ത്യൻ പ്രസിഡന്റിന് ഒരു മെയിൽ അയച്ചു, എന്തോ ഭീഷണിപ്പെടുത്തിയിട്ടൊരു മെയിൽ. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സ്കൂളിൽ പോലീസ് എത്തി. അൺഫോർച്ചുനേറ്റ്ലി ഈ പറഞ്ഞതുപോലെ ആ സ്കൂളിന്റെ അകത്ത് ഇതിന്റെ അകത്ത് CCTV ക്യാമറ ഒന്നുമില്ല. അപ്പം കമ്പ്യൂട്ടറിന്റെ അകത്തൊക്കെ ആരാ ഇരുന്നൊക്കെ എണ്ണിപ്പെറുക്കിയിട്ട് ഒരു നിരപരാധിയാണ് അതിന്റെ അകത്ത് ആദ്യം പൊക്കിയത്. പിന്നെ സ്കൂളിലുള്ള ചോദ്യം ചെയ്യലും പിന്നെ കുട്ടിയൊക്കെ ഈ പറഞ്ഞ പോലെ ചെറിയ കുട്ടിയൊക്കെ അധികം നേരം പിടിച്ചേക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് മൊത്തം എല്ലാവരെയും ചോദ്യം ചെയ്തപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ പുറത്തു വന്നത്. അപ്പോൾ ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെയധികം ഗ്രാവിറ്റി ഉള്ള ഒരു സാധനം. പ്രത്യേകിച്ച് കുരങ്ങന്റെ അടുത്ത് പൂമാല കിട്ടി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് പല കുട്ടികളുടെ അടുത്ത് കിട്ടുന്നത്. കാരണം ഇതിന്റെയൊക്കെ ഇൽ എഫക്ട്സ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കുട്ടിക്ക് വലിയൊരു ഐഡിയ ഇല്ല, പല പാരന്റ്സിനും ഇല്ല. എന്തിനേറെ പറയുന്ന പല ടീച്ചേഴ്സും ഒരു എന്താ പറയുക ഡ്യുവൽ-എഡ്ജ്ഡ് സോഡാണ്. വളരെ നല്ലതാണ്, പക്ഷെ അതേസമയം തന്നെ അതിനേക്കാളും വളരെ കൂടുതൽ ദോഷമാണ്. ഇതിന്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ now that we know, all of us, most of us know ഇതിന്റെ ഇൽ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ കൂടുതലായിട്ട് അറിയുന്നു, പലതും പത്രത്തിൽ വഴി കേൾക്കുന്നു. എന്നാൽ പോലും എല്ലാ ദിവസവും ക്രൈം റേറ്റ്സ് വളരെയധികം കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ എന്തെങ്കിലും രീതിയിൽ കർട്ടെയിൽ ചെയ്യണമെന്നോ അതിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദ ചേഞ്ച് കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു ചേഞ്ച് തുടങ്ങണമെന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. ദ ചേഞ്ച് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദി എൽഡേഴ്സിൽ നിന്ന് തുടങ്ങാനായിട്ട് നമ്മൾ ശ്രമിച്ചാലേ ഇതിൻ്റെ അകത്ത് കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയം കൂട്ടുക, കുട്ടികളുടെ കൂടെ സ്പെൻഡ് ടൈം റീഡിങ് ദിയർ ബുക്സ് ഓർ സിറ്റിംഗ് വിത്ത് ദം റീഡിങ് ബുക്സ്, അല്ലെങ്കിൽ അവരുടെ കൂടെ പുറത്ത് പോകുക, അവരുടെ കൂടെ കളിക്കുക, സ്പെൻഡ് ചെയ്യുന്ന സമയങ്ങൾ കൂട്ടാനും അവരുടെ ഇൻട്രസ്റ്റ് ടുവേർഡ്സ് അതർ തിങ്സ് ലൈക്ക് ബുക്ക് വായിക്കാനുള്ള ഇൻട്രസ്റ്റ് ഇൻകൾക്കേറ്റ് ചെയ്യാനുള്ള രീതിയിൽ കൊണ്ടുപോകുന്നതും, ആക്ടിവിറ്റീസ് ലൈക്ക് സയൻസ് പ്രോജക്ട്സോ അങ്ങനെ എന്തെങ്കിലും അവരുടെ എനർജി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ആർട്ട് ആൻഡ് സയൻസ് ആൻഡ് കൾച്ചറിലൊക്കെ ഇവരുടെ ഇൻട്രസ്റ്റ് ഒന്ന് കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ ഡോണ്ട് യു തിങ്ക് ദിസ് ക്യാൻ ടു ആൻ എക്സ്റ്റെന്റ് ഇവരുടെ എനർജി ക്യാൻ ബി യൂട്ടിലൈസ്ഡ്. ഇതിന്റെ മുകളിൽ തന്നെ ഇങ്ങനെ ഗ്ലൂഡ് അപ്പ് ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചായിട്ട് നോട്ട് ഇൻ എ ഡേ, ഒരു ദിവസത്തിൽ ഇതൊക്കെ മാറുന്നല്ല, സ്ലോലി ഇറ്റ് ക്യാൻ ബി ചേഞ്ച് ആൻഡ് ദേ ക്യാൻ ബി എന്താണ് ഈ സ്പോർട്സിലും കൾച്ചറിലൊക്കെ ഇവരുടെ എന്താണ് അവരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് കൂടെ അതൊക്കെ ഒരു നല്ലൊരു കാര്യമാണ്. പക്ഷെ ഇതിനകത്ത് നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യം എന്തിനാണ് പറയുന്നത്, ഓൺലൈനായിട്ട് ഈ ഗിറ്റാറും കീബോർഡും ഉൾപ്പെടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പലപ്പോഴും അത് നല്ല കാര്യമാണെന്നൊക്കെ വിചാരിച്ചിരിക്കും. ഇതിനകത്ത് പാരന്റ്സ് അതേപോലെ തന്നെ ഈ ഒരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ എക്കോ സിസ്റ്റത്തിന്റെ അതുള്ളത്. അതിൻ്റെ അകത്ത് പാരന്റ്സ് വരുന്നു, ഫ്രണ്ട്സ് വരുന്നു, ടീച്ചേഴ്സ് വരുന്നു, ഇനിയിപ്പോ ട്യൂഷൻ മാഷൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാവരും വരുന്നു. ഇവരെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടറിന്റെ അകത്ത് നിലനിൽക്കുന്നുണ്ട്. എല്ലാത്തിനും അതർ സൈഡ് ഓഫ് ദ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എക്കണോമിക്സ് ആണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയും. അതർ സൈഡ് ഓഫ് ദ സ്റ്റോറി സിഗരറ്റ് എന്ന് പറയുന്ന സംഭവമാണ് ടൊബാക്കോ. ഇന്ത്യയിൽ ടൊബാക്കോ കൊണ്ട് ജീവിക്കുന്നവർ നിയർലി 2 crore ആളുകളാണ്. അവിടെ ലൈവ്ലിഹുഡ് ആണ് ടൊബാക്കോ. അത് എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊബാക്കോ ഫാർമേഴ്സിൽ നിന്ന് തുടങ്ങിയിട്ട് സിഗരറ്റ് കമ്പനികളുടെ അല്ലെങ്കിൽ പാൻപരാഗ് പോലത്തെയുള്ള ഈ കോക്ടെയിൽ ടൊബാക്കോ പ്രോഡക്ട്സ് ഇതിൻ്റെ അകത്ത് ഇങ്ങേ എൻഡിലുള്ള സെയിൽസ് മുതൽ ഇത് വിൽക്കുന്ന കിരാന ഷോപ്പ് വരെ ചെറിയ തട്ടുകടകൾ ഉൾപ്പെടെ ഇവരുടെ എല്ലാവരുടെയും ലൈവ്ലിഹുഡാണ്. അതായത് 1-2 പേരല്ല, ഇന്ത്യയുടെ മൊത്തം പോപ്പുലേഷന്റെ ഏകദേശം 1.5% ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഗെറ്റിംഗ് ബെനിഫിറ്റഡ് വിത്ത് ടൊബാക്കോ ഫോർ ദർ ലൈവ്ലിഹുഡ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഈ പറഞ്ഞതുപോലെ ടൊബാക്കോ നല്ലതാണോ ചീത്തയാണോ? കാരണം ഈ ടൊബാക്കോ എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടും ടൊബാക്കോ അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ പല കുട്ടികളും ഈ പറഞ്ഞ ഇതുകൊണ്ട് ജീവിക്കുന്ന പല കുട്ടികളും പട്ടിണി കിടക്കേണ്ടി വരും, അവരുടെ മക്കൾ പട്ടിണി കിടക്കേണ്ടി വരും. അത് വിചാരിച്ച് ടൊബാക്കോ നല്ലതാണെന്നുള്ള പറയാൻ പറ്റും? ഇല്ല. ഇന്റർനെറ്റിന്റെ ഏറ്റവും വലിയ റെവല്യൂഷണറി സീരീസ്, ക്രോണോളജിക്കൽ സീരീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. കാരണം ഇതിന്റെ അകത്ത് നമ്മൾ 2 തരം സിറ്റിസൺ ഉണ്ടാകും. അതായത് ഇന്റർനെറ്റിന്റെ ഈസി ആക്സസ് കൊടുത്തു, ചീപ്പർ ആക്സസ് കൊടുത്തു, കുറെ പേര് പ്രൊഡക്ടിവിറ്റി കളഞ്ഞിട്ട് കുത്തിയിരിക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല. പണ്ടത്തെ കാലത്ത് ജനുവർഷം ആ സമയത്ത് പറമ്പിൽ പോയിട്ട് 2 കളിക്കുമെങ്കിലുള്ളവര് ഇപ്പൊ അതുപോലും ചെയ്യാണ്ട് കുത്തിയിരുന്നിട്ട് ഇവർ അഡിക്റ്റഡ് ആയി പോയിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ കാണുമോ അല്ലെങ്കിൽ
പ്രത്യേകിച്ച് വലിയൊരു ലക്ഷ്യമൊന്നും ഇല്ലാണ്ട് സ്വൈപ്പ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. യൂട്യൂബ് ഷോർട്സോ ഇങ്ങനെയൊക്കെ ഉണ്ട്. സ്വൈപ്പ് ചെയ്ത് യൂട്യൂബ് ഷോർട്സോ അല്ലെങ്കിൽ റീൽസോ ഒക്കെ പോകുമ്പോൾ ഏറ്റവും വലിയ ബെനിഫിഷ്യറി കാണുന്നവർക്ക് ഒരു ബെനിഫിറ്റ് ഇല്ല, ദോഷം മാത്രമേ ഉള്ളൂ. കണ്ണു പോകും, ചെക്കാത് പോകും, ഇങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ ബെനിഫിഷ്യറി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ഫണൽസ് ഒക്കെയാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങളൊരു 2 മണിക്കൂർ യൂട്യൂബ് ഷോർട്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രക്കാരാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്രോഡക്ട്സ് ഏതാണ് എന്നുള്ളത് ഒരു വലിയൊരു മാർക്കറ്റിംഗ് ഫണ്ടിലൂടെ ജനറേറ്റ് ചെയ്തു. അടുത്ത തവണ ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സജഷൻസ് തരും. അപ്പം ഇതിനകത്ത് ബെനിഫിഷ്യറി എന്ന് പറയുന്നത് അപ്പുറത്തെ സൈഡില് ബിസിനസ്സാണ്. അല്ലാതെ എന്താണ്, ഇവിടെയുള്ള ടെലികോം കമ്പനികൾക്ക് അവർക്ക് അത്ര പവർഫുൾ അല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഇന്റർനെറ്റ് കോസ്റ്റ് കൂട്ടാൻ വേണ്ടി പറ്റാത്തത്, ട്രൈനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്തത്. മിക്ക ടെലികോം കമ്പനികളും നഷ്ടത്തിലാണ്. പക്ഷെ എങ്കിൽ പോലും അവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് കോസ്റ്റ് കൂട്ടാൻ പറ്റാത്തത്? കാരണം അവർക്കറിയാം ടെലികോം കമ്പനികളുടെ ടെലികോം ബിസിനസ് നഷ്ടത്തിലാണെങ്കിലും വേറൊരു തരത്തിൽ അത് ലാഭത്തിൽ എടുക്കാൻ പറ്റുന്നുള്ളത് അറിയാം. ഇവിടെ ഒരു 15-20 വർഷത്തിന് ശേഷം കാണാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 90% ഇൻകോമ്പിറ്റന്റ് ആയിട്ടുള്ള അന്നത്തെ കാലത്തെ യൂത്ത്, ഒരു 10% സൂപ്പർ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആളുകൾ. ഒരു മാസ്റ്റർ സ്ലേവ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഡിവൈഡാണ് ഇവിടെ വരാൻ പോകുന്നത്. പണ്ട് ഡിജിറ്റൽ ഡിവൈഡ് ആയിരുന്നെങ്കിൽ ഇന്നത് മാസ്റ്റർ സ്ലേവ് എന്ന് പറയുന്ന ഒരു ഡിവൈഡാണ് വരുന്നത്. ഒരു 90% ഓൾമോസ്റ്റ് ഗുഡ് ഫോർ നത്തിങ്, പ്രൊഡക്ടിവിറ്റി കുറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഇവിടെ ഇവോൾവ് ചെയ്തു. ബാക്കി 10% ഹൈലി കേപ്പബിൾ ആയിരിക്കും. ടോട്ടൽ വെൽത്ത് ഈ പറഞ്ഞ പോലെ ഒരു 0.05% അടുത്ത് അക്യുമുലേറ്റഡ് ആവും. അതാണ് അടുത്തൊരു 10 to 15 yearsന്റെ അകത്ത് ഇന്ത്യയെ കാത്തിരിക്കുന്നത്, ഇന്ത്യ പോലത്തെ ഡെവലപ്പിംഗ് കൺട്രിയെ കാത്തിരിക്കുന്നത്. ഇന്ത്യ ഡെവലപ്മെന്റിലേക്ക് പോകും. പക്ഷെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂപ്പർ റിച്ചും സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലോവർ മിഡിൽ ക്ലാസ്സുമായിട്ട് എന്തായി പോകും? 2 ക്ലാസ് ആയിട്ട് മാത്രമായിട്ട് തീരും. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമുള്ളത്.